ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഹൽവയാണ്. അതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുളയൊക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആ ചക്കപ്പഴമൊക്കെ മിക്സിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയുണ്ട്. ഇനി അടുപ്പത്തേക്ക് ഒരു ഉരുളി വയ്ക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം അണ്ടിപ്പരിപ്പ് അതിലേക്കിട്ട് വറുത്തെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരട്ടെ. ചുമന്ന് വന്ന് കഴിയുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നത് വരെയും വഴറ്റാം. ഇനി ഇത് വറുത്തത് കോരിയെടുക്കാം. എല്ലാം കോരിയെടുത്തതിന് ശേഷം ആ നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. കാരണം നമ്മൾ ആ ചക്ക ഇടുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനാണ്. ഇനി ചക്ക ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം വറ്റിക്കണം. ഒരു 10 മിനിറ്റ് ഞാൻ വറ്റിച്ചതിന് ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ഗ്ലാസ് ശർക്കരപ്പാനി ഉണ്ടാകും. നമുക്ക് ചക്കയുടെ മധുരം അനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ചില ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടാകും, അപ്പോൾ ഇത്രയും ചേർക്കേണ്ടി വരില്ല. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടും. അപ്പോൾ അതൊന്ന് ഒരു 10 മിനിറ്റോളം ഒന്ന് ഇളക്കി വറ്റിക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് ദൂരം നിന്നിട്ട് വേണം ഇളക്കാൻ. ചിലപ്പോൾ അതിങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു അരമുറി തേങ്ങയുടെ പാലാണ്. അതും ചേർത്ത് കൊടുത്ത് ആ വെള്ളം ഒന്ന് വറ്റിച്ചുകൊണ്ടേ ഇരിക്കണം. കുറച്ച് നേരം, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു ചക്ക ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഞാൻ ഉരുളി വെച്ചപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിരുന്നു. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 2 പ്രാവശ്യം കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. കാരണം അതൊന്ന് കട്ടിയായി കിട്ടാനാണ്. ഇതുപോലെ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ അത് കട്ടിയായി പെട്ടെന്ന് കിട്ടുകയില്ല. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒന്ന് കട്ടിയായിട്ട് നന്നായി വരണ വരെ ഇളക്കുക. വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നാൽ മാത്രമാണ് അടിയൊക്കെ വിട്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ. വീണ്ടും ഒന്നും കൂടെ. ഇപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കട്ടിയായി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വീണ്ടും 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക പൊടിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകണ ഒരു പരുവത്തിലായി കിട്ടും. അപ്പോഴാണ് നമ്മുടെ ചക്ക ഹൽവ റെഡിയായി കിട്ടുക. ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഒരു പാത്രത്തിൽ നെയ്യ് തടവി അതിലേക്ക് അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും അടിയിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് സെറ്റാക്കണം നമുക്ക്. അതൊന്ന് ഒരു സ്പൂണും കൊണ്ട്, നെയ്യ് തടവിയ സ്പൂണും കൊണ്ട് ഒന്ന് അത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം, കുറച്ച് നേരം വെച്ച് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മുടെ ചക്ക ഹൽവയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 3/4 മണിക്കൂർ നമുക്കതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാലും നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.